ഒന്നെങ്കിൽ ഹീറോയുടെ ചെറുപ്പം അല്ലെങ്കിൽ മകൻ എന്തുകൊണ്ടായിരിക്കും ശ്രീരംഗിനെ തന്നെ ചൂസ് ചെയ്തതെന്ന് തോന്നുന്നു? എന്തോ എനിക്ക് അറിയില്ല. ARM അജയനാവാൻ വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻ ഒക്കെ എടുത്തിരുന്നത്? അതിനകത്തൊരു ഫൈറ്റ് സീൻ ഉണ്ട്. ചാടി ചവിട്ടുന്ന സമയത്ത് കയറ് ബാക്ക് ഇങ്ങനെ വലിയ, അപ്പൊ ഞാൻ ഇങ്ങനെ കമന്നാ വീഴുന്നത്. ചേച്ചി സെറ്റിലോട്ട് വരുന്ന തൊട്ട് സെറ്റിൽ നിന്ന് പോകുന്നവരെ ഫുള്ള് മാണിക്കമായിട്ടായിരിക്കും. ഞാൻ പണ്ട് വിചാരിച്ചോണ്ടിരുന്ന ലാലേട്ടനും മമ്മൂക്കൊക്കെ സന്തോഷമായിരിക്കും. പ്രത്യേകിച്ച് ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ട്. ശ്രീരംഗിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ വിളിക്കാൻ പോവാം. ആരാന്നറിയണ്ടേ? പിന്നെ ഹലോ, നമസ്കാരം. ഞാൻ ഇന്ന് നമ്മുടെ കൗമുദി TV-യുടെ ഇന്റർവ്യൂവിൽ ഒരാളുടെ കൂടെ ഇരിപ്പുണ്ട്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അജയന്റെ രണ്ടാം മോഷണം ARM അജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് ആരാ വരുന്നത്? ടൊവിനോ തോമസ് അല്ലേ? അല്ലാണ്ട് ഒരാളും കൂടെ വരും അല്ലേ? അജയന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ച അജയൻ, അല്ലെങ്കിൽ അജയന്റെ ഒന്നാം മോഷണം നടത്തിയ ആള് വേണ്ടിയിരിക്കുന്ന എന്റെ മുന്നില്. വെൽക്കം ടു ദിസ് ഷോ ശ്രീരംഗ്. താങ്ക് യു. യെസ്, ശ്രീരംഗ് സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ നല്ല സുഖമായിട്ടുണ്ട്. യെസ്. എങ്ങനെയുണ്ട് നമ്മുടെ ARM വഴിയാണ് എനിക്കൊന്ന് ശ്രീരംഗിനെ എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ നോട്ടീസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ആ സിനിമയുടെ റെസ്പോൺസും ആ ഒരു വൈബിനെ പറ്റി പറയും? സിനിമ ഇറങ്ങിയപ്പോഴത്തേനും എല്ലാം കുറെ പേര് വിളിക്കുന്നുണ്ട്. ആക്ച്വലി അത് വലിയൊരു ബിഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എനിക്ക് എങ്ങനെ പറയണമെന്ന് പറഞ്ഞു, അത്രയും വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും വിളിക്കുന്നുണ്ട്, നല്ല റെസ്പോൺസ് ഒക്കെ ഉണ്ട്. ശരിക്കും ഈ സിനിമയിലോട്ട് വരുന്നതിന് മുന്നേ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുണ്ട്, സിനിമയിലും അതുപോലെ തന്നെ ടെലിവിഷൻ രംഗത്തും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്കൊന്ന് ഈ സിനിമയ്ക്ക് ശേഷമാണ് ശരിക്കും കുറച്ചും കൂടെ നല്ല രീതിയിൽ നോട്ടീസ് ചെയ്യുന്നത് അല്ലേ ശ്രീരംഗിനെ? അപ്പോൾ ഈ സിനിമയ്ക്ക് ശേഷം ഫ്രണ്ട്സിന്റെ ഒക്കെ എന്താണ് ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത്? സ്കൂളിലൊക്കെ എന്താണ് റെസ്പോൺസ്? സിനിമ കണ്ടിട്ട് ഞാൻ ചെന്നപ്പോഴത്തേനും എടാ ആ സിനിമ പൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, എല്ലാരും പറഞ്ഞു. നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടിങ് ആയിരുന്നു, എല്ലാരും പറഞ്ഞു. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ ഹീറോയുടെ കൂടെ ടൊവിനോയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്? ടൊവിനോ ചേട്ടൻ ആക്ച്വലി കുട്ടിക്കാലം ആ സമയത്ത് കണക്ഷൻ നിങ്ങൾക്ക് ഷൂട്ട് ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷേ കണ്ടായിരുന്നു ടീസർ ലോഞ്ചിന് പോയപ്പോഴാണ് ആദ്യം കണ്ടത്. പിന്നെ ഐഡന്റിറ്റിയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയും ഒരു പരിചയമുണ്ട് അല്ലേ? ഓക്കെ. ഈ നമ്മുടെ ഈ ഒരു ഫിലിം കൂടാതെ ശ്രീരംഗ് ചെയ്തിട്ടുള്ള സിനിമകളെ പറ്റി ഒന്ന് പറയും? ARM ചെയ്തിട്ടുണ്ട്. പിന്നെ കഥയുന്നവരെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്, അതും ഹൗസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അത് ബിജുമേനൻ ഞങ്ങളുടെ കുട്ടിക്കാലമായിട്ട് ഞാൻ ചെയ്ത മൂവിയാണ്. പിന്നെ ഐഡന്റിറ്റി, അതിനകത്ത് അജിചേട്ടൻ്റെ മോനായിട്ടാണ്. പിന്നെ വരാഹം, സുരേഷങ്ങളുടെ കുട്ടിക്കാലം, 4.5 ഗാങ്സ്റ്റേഴ്സ് വെബ് സീരീസ് ആണ്, കൃഷാന്തങ്ങളുടെ ദർശൻ ചേച്ചിയുടെ മോനായിട്ടാണ്. പിന്നെ ആദ്യം ഞാൻ ചെയ്തത് ഇല്ലൻഡ് എന്ന് പറഞ്ഞൊരു മൂവിയായിരുന്നു. അതൊരു ഫെസ്റ്റിവൽ മൂവിയാണ്. നമോ, അത് സാൻസ്ക്രിറ്റ് മൂവിയായിരുന്നു. അത് ജയറാമങ്ങളുടെ കൂടെ ഉള്ളൊരു മൂവിയായിരുന്നു. പിന്നെ കാപ്പ, പൃഥ്വിരാജങ്ങളുടെ മോനായിട്ട്. അതാണ് ആദ്യം നോട്ടീസ് ചെയ്ത സിനിമ അല്ലേ? ആദ്യം തിയേറ്റർ ഇറങ്ങിയത്. ഓക്കെ, ഫസ്റ്റ് തിയേറ്റർ റിലീസ് കാപ്പയാണ്. ഓക്കെ, ശരിക്കും ഈ സിനിമകളിലെല്ലാം ഒന്നെങ്കിൽ ഹീറോയുടെ ചെറുപ്പം അല്ലെങ്കിൽ മകൻ എന്തുകൊണ്ടായിരിക്കും ശ്രീരംഗിനെ തന്നെ ചൂസ് ചെയ്തതെന്ന് തോന്നുന്നു? എന്തോ എനിക്ക് അറിയില്ല. എന്തോ ഒരു സ്റ്റാറിന്റെ ഒരു ഫീൽ ഉണ്ടെന്നല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഈ ആക്ടിങ്ങിലോട്ടൊരു ഇഷ്ടമൊക്കെ വന്നത്? എന്തായിരുന്നു ആ തുടക്കം ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ? അച്ഛനായിരുന്നു ആക്ടിങ് ഭയങ്കര ഇഷ്ടം. അപ്പം അച്ഛൻ വീട്ടിലൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം പോലെ മൊബൈലിൽ ഒരു സാധനം ഷൂട്ട് ചെയ്തു. അങ്ങനെ അത് അച്ഛൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തു. അങ്ങനെ ഞാൻ സീരിയലിൽ കയറി. സീരിയലിലൊക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് നമ്മൾ കുറേ ആൾക്കാരെ കാണുന്നത്, സംസാരിക്കുന്നത്, കളിക്കുന്നത്, അതായിരുന്നു. പിന്നെ കുറച്ചും കൂടി മെച്യൂറായി ഇച്ചിരി ചിന്തിക്കാനുള്ള ആയപ്പോഴത്തേനും ഓക്കെ വലിയൊരു സംഭവത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നല്ല ഇച്ചിരി കൂടി ഇഷ്ടം തോന്നി. ഇപ്പൊ ഒരു പാഷനായി മാറി. അപ്പോൾ ശരിക്കും ഫസ്റ്റ് ഒക്കെ അഭിനയിച്ച സമയത്ത് ഈ പേടിയൊക്കെ ഉണ്ടായിരുന്നു? ചിലർക്ക് ഉണ്ടാവില്ല, നേരത്തെ ഈ സ്റ്റേജ് ഫ്രൈറ്റും അങ്ങനൊന്നും ഇല്ലെങ്കിൽ ക്യാമറ വന്നാലും ഒരു പേടി ഉണ്ടാവില്ല. മോൻ എങ്ങനെയായിരുന്നു തുടങ്ങിയപ്പോൾ? പേടിയൊന്നും ഇല്ലായിരുന്നു, ഈസി ആയിരുന്നു. പിന്നെ ഭയങ്കര ഈസി ആയിരുന്നു എനിക്ക്. അങ്ങനെ മീൻസ് ഞാൻ അങ്ങനെ ഓക്കെ ക്യാമറ അങ്ങനെയൊന്നും അല്ലായിരുന്നു, കാഷ്വലായിട്ട് പോവായിരുന്നു. ഈ ശരിക്കും ഈ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ അഭിനയം കൂടുതൽ പഠിക്കാനൊക്കെ ശ്രമിക്കുമല്ലോ. അപ്പോൾ വലിയ വലിയ ആക്ടേഴ്സ് ഈ പറയുന്ന പോലെ ഓരോരോ ക്യാരക്ടറിന് ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറയാറുണ്ട്. മോൻ ശരിക്കും ഈ ARM അജയനാവാൻ വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻ ഒക്കെ എടുത്തിരുന്നു? എന്തെങ്കിലും പ്രിപ്പറേഷൻ എടുത്തത് എന്നെ ഞാൻ സെറ്റ് ചെന്നപ്പോഴത്തേനും സുഹിത്തേട്ടൻ എന്നെ വിളിച്ച് എന്നെ തോള് കഴിയിട്ട് മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയി ഞങ്ങൾ നിൽക്കുന്ന സെറ്റിൽ നിന്ന് കുറേ ദൂരെ പോയി സംസാരിച്ച് ഒരു കോൺവെർസേഷൻ കഴിഞ്ഞ പോലെ ആയിരിക്കും. പക്ഷേ സീൻ മൊത്തം എനിക്ക് പറഞ്ഞു തരും, നല്ല ഫ്രണ്ട്ലി ആയിട്ട്.
അപ്പൊ തന്നെ എല്ലാം പഠിച്ചു കഴിയും അല്ലെ? ആ ഒരു ക്യാരക്ടറിലോട്ട് എത്തി. ഈ ആ സിനിമയിലെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കാക്കയുമായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, ശരിക്കും കാക്ക ആണോ തോന്നലോ അങ്ങനെ കണ്ടോ? അങ്ങനെ എന്തോ ഒരു സീനില്ലേ? അത് ആനിമേറ്റഡ് ആണോ? ആനിമേറ്റഡ് ആണ്. ഓക്കെ. ഇനി നമ്മള് ശ്രീരംഗിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ വിളിക്കാൻ പോവാം. ആരാന്നറിയണ്ടേ? പിന്നെ അപ്പൊ നമുക്ക് വിളിച്ചു നോക്കാം. ശബ്ദത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് നോക്കട്ടെ, എടുക്കോ നോക്കട്ടെ. ഹലോ 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 ഹലോ, ആളാരാന്ന് മനസ്സിലായോ മോനെ? ശ്രീരംഗന്. സുരഭി ചേച്ചിയാണോ? അതെ. ഹലോ സുരഭി ചേച്ചി. ഹലോ ഹലോ, എന്താണ്? ഇവിടെ സുഖം ചേച്ചി. ഞാനിപ്പം കൗമുദി ടിവിയുടെ ഇന്റർവ്യൂവിൽ ഇരിക്കുകയാണ് കേട്ടോ. കൗമുദി ടിവിയുടെ? അതെ. യെസ്. ഓക്കെ ഓക്കെ. ചേച്ചിക്ക് സുഖമാണോ? ഓ സുഖാണ്. പാട്ടൊക്കെ ഹിറ്റായല്ലോ. പിന്നെ നമ്മുടെ അമ്മമ്മയും അജയനും പൊളിച്ച്. അതെ. ശരിക്കും സുരഭി ചേച്ചി, ഈ മോനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചേച്ചിയുടെ പേരെ പറയത്തുള്ളൂ. ഞങ്ങളവിടെ ഭയങ്കര കൂട്ടായിരുന്നു. ആണല്ലേ? ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിലായിരുന്നു. അപ്പൊ എനിക്ക് നേരത്തെ ആ സെറ്റിൽ പരിചയം. ഇവര് പിന്നെ അമ്മുമ്മയുടെ ആ സമയമായപ്പോഴാണല്ലോ ഇവരെത്തുന്നത്. അതെ. അപ്പൊ എനിക്ക് എന്റെ ബ്രദറും ഇവന്റെ അനിയനും ഒക്കെ ആയിരുന്നു ഭയങ്കര കൂട്ട്. ഓക്കെ ഓക്കെ. ഇനി ഒരുപാട് സിനിമകൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റട്ടെ നിങ്ങൾക്ക്. ഒരു നല്ല ഭാവിയിലെ നല്ലൊരു വാഗ്ദാനമായിട്ട് മാറട്ടെ. അതെ അതെ അതെ. അവനെപ്പോഴും ഭയങ്കര പാഷനാണ്. ഈ ഒരു ആക്ടിങ്ങിനോടാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം അവനും അനിയനും ഒക്കെ തന്നെ. അപ്പൊ അവരതിനു വേണ്ടിയിട്ട് അവനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയും ഉണ്ട്. അവര് മാറി മാറി ജോലിയൊക്കെ ലീവൊക്കെ എടുത്തൊക്കെയാണ് വന്ന് ഒക്കെ നിൽക്കുന്നത്. പല സമയത്തും നൈറ്റ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 2-3 സീൻസ് ഒക്കെ നൈറ്റിലുള്ളതൊക്കെ കട്ടായി പോയതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ആ ഒരു സൗഹൃദം ഞങ്ങൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അടിപൊളി. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ ശ്രീരംഗിന്? മോനേടെ പടം പുതിയത് വരാനുള്ളത്? ഇപ്പം പൊങ്കാല ചേച്ചി, പൊങ്കാല ചെയ്തോണ്ടിരിക്കുക. ഇനി വരാനുണ്ട് സുരേഷ് അങ്കിളുടെ കുട്ടിക്കാലമായിട്ട്. അപ്പൊ എല്ലാത്തിനും ഓൾ ദി ബെസ്റ്റ്. എല്ലാം തകർക്കട്ടെ. താങ്ക് യു ചേച്ചി. താങ്ക് യു. ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ചേച്ചി. താങ്ക് യു. ഹാപ്പി ആയോ? ഹാപ്പി. ശരിക്കും സുരഭി ഈ സിനിമയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഫേസ് ഉണ്ട് അല്ലെ? ചെറുപ്പമുണ്ട്, പ്രായമായിട്ടുള്ള ഒരു അമ്മമ്മയുടെ ക്യാരക്ടറും ഉണ്ട്. അമ്മമ്മ ആയിട്ടാണ് കൂടുതലും ശരിക്കും ശ്രീരംഗ് ആ ഒരു ക്യാരക്ടറുമായിട്ടാണ് ഇടപഴകിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് നല്ല രസമായിട്ട് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരിട്ട് കണ്ട ഒരാളാണല്ലോ. എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിലോട്ട് സുരഭി എത്തുന്നത്? ആ പ്രായമായ മാണിക്യത്തിലേക്ക് ചേച്ചി സെറ്റിലോട്ട് വരുന്ന തൊട്ട് സെറ്റിൽ നിന്ന് പോകുന്നവരെ ഫുള്ള് മാണിക്യമായിട്ടായിരിക്കും. എല്ലാം മാണിക്യത്തെ പോലെ ആയിരിക്കും ഇടപെടുന്നതൊക്കെ. പിന്നെ എന്നിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ കുറെ സമയം എടുത്ത് പ്രായമായിട്ടാണ്. അതെ അതെ. ഞാൻ ചോദിക്കട്ടെ, ഈ ശരിക്കും ഈ സ്കൂളിലെ പഠിത്തവും ഈ ആക്ടിങ്ങും ഒക്കെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? സ്കൂള് നല്ല സപ്പോർട്ടിങ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ പ്രിൻസിപ്പലിന്റെ നിന്നൊക്കെ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് നോട്ട്സ് അയച്ചു തരും, പിന്നെ പറഞ്ഞു തരും. ടീച്ചേഴ്സ് ആണെങ്കിലും പറഞ്ഞു തരും. അപ്പൊ എല്ലാരും നല്ല സപ്പോർട്ടിങ് ആയതുകൊണ്ട് കുഴപ്പമില്ല. എക്സാം ഒക്കെ വരുമ്പോഴേക്കും പ്രിപ്പറേഷൻ ഒക്കെ ടൈം കിട്ടാറുണ്ടോ? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഏറെ കഴിഞ്ഞ് വന്ന് 5 ദിവസമേ ഉള്ളായിരുന്നു എക്സാമിന് പഠിക്കാൻ വേണ്ടിട്ട്. അവസാനം ഫ്രണ്ട്സും കഷ്ടപ്പെട്ടു അച്ഛനും അമ്മയും എല്ലാരും കൂടി ഇരുന്ന് അവസാനം എല്ലാം പഠിച്ചു. അടിപൊളി അടിപൊളി. ഈ നമ്മുടെ ഈ ആക്ടിങ് അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ടാലൻസ്? ബുക്സ് വായിക്കും, പിന്നെ പടം വരയ്ക്കും, ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടും, പാട്ട് കേൾക്കും. അപ്പൊ ഒരു പാട്ട് പാടിത്തരുമോ നമുക്ക്? ഞാൻ പാട്ട് പാടിയ മഴ പെയ്യും. കാരണം സൗണ്ട് ഇപ്പം മാറിയില്ലേ, അത് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമകളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ടാണ് നമുക്ക് ഓരോരോ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടാവുമല്ലോ. പിന്നെ തോന്നാതെ എവിടെ പോകാൻ. മിന്നൽ മുരളിയൊക്കെ കണ്ടപ്പോഴത്തേന് എനിക്ക് റിയൽ ലൈഫിൽ ഒരു സൂപ്പർ ഹീറോ ആയ ഞാൻ ചലന്തിയൊക്കെ അടുത്തിരിക്കുമ്പോഴത്തേനും കൈയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. കടിച്ചിട്ട് പോട്ടെ സ്പൈഡർമാൻ. ഓക്കെ. അപ്പൊ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു സൂപ്പർ ഹീറോ ആകണം എന്നുണ്ടെങ്കിൽ ഏത് ക്യാരക്ടറാണ് ആകാൻ ആഗ്രഹം? പുതിയൊരു ക്യാരക്ടർ വരട്ടെ അല്ലേ? അല്ലെ, പുതിയൊരു സൂപ്പർ ഹീറോ. ഇതുവരെ ഒന്ന് ക്യാരക്ടർ വേണ്ട, അങ്ങനല്ലേ? നമുക്ക് എല്ലാവർക്കും ഓരോ ഡ്രീംസ് ആണല്ലോ, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ്. അങ്ങനെ എന്തൊക്കെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത് സൂപ്പർ ഹീറോ അല്ലാണ്ട്? ഒരു പാൻ ഇന്ത്യൻ ആക്ടർ ആവണം. പാൻ ഇന്ത്യൻ ആക്ടർ അതെന്തായാലും ആവാം. നമ്മൾ തുടങ്ങി കഴിഞ്ഞല്ലോ, തുടങ്ങി ഏകദേശം ആകിക്കൊണ്ടിരിക്കുന്നു അല്ലേ?
ശരിക്കും ഇപ്പം ARM എന്ന സിനിമയെ പറ്റിയാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും റീസെന്റ് ആയിട്ട് ഇപ്പൊ ഇറങ്ങിയ ഹണ്ട്, അതുപോലെ തന്നെ കഥ ഇന്ന് വരെ, ഈ മൂവീസിലൊക്കെ ശരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? ഹണ്ടില് ഷാജി കൈലാസ് അങ്കിളായിരുന്നു. അപ്പം അങ്കിള് വിളിച്ചത്, ഡയറക്ടർ വിളിച്ചത്. അപ്പം ഞങ്ങൾ സെറ്റ് ചെന്നു. സെറ്റ് ഭയങ്കര കംഫർട്ടായിരുന്നു. എല്ലാവരും ഒരു ഹോംലി ഫീലിംഗുണ്ടായിരുന്നു. എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു. ഷാജി കൈലാസ് അങ്കിൾ ആണെങ്കിലും ഇടയ്ക്ക് വന്നിട്ട് ഓക്കെ ആണോ മോനെ എന്നൊക്കെ ചോദിക്കും. എല്ലാം സെറ്റായിരുന്നു, ഭയങ്കര സെറ്റായിരുന്നു. പിന്നെ കഥയിന്നവരെ വിഷ്ണു ചേട്ടൻ്റെ പടമാണ്. മേപ്പടി എൻ്റെ ഡയറക്ടറായിരുന്നു. ഇപ്പം നാഷണൽ അവാർഡ് കിട്ടിയ ചേട്ടൻ. അപ്പം ചേട്ടൻ്റെ സെറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര സേഫ് ആയിരുന്നു. എനിക്ക് എന്ത് ഓപ്പൺ ആയിട്ട് പറയാം. ഭയങ്കര എന്താ ഫ്രീഡം ആയിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിലും അത് പറയാം. നല്ലൊരു ഫ്രണ്ട്ലി സെറ്റ് ആയിരുന്നു. എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു. വിഷ്ണു ചേട്ടനും പിന്നെ ജോമോൻ ചേട്ടൻ്റെ കൂടെ അത് മൂന്നാമത്തെ പടമാണ്. കോൾഡ് കേസ്, കാപ്പ, പിന്നെ ഇത് കഥയുന്നവരെ മൂന്നാമത്തെ പടമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപൊളിയായിരുന്നു ഷൂട്ട്. ഓക്കെ, അപ്പൊ ഈ ഷൂട്ടിനെ പറ്റി പറഞ്ഞപ്പോഴാണ്, നോർമലി എത്ര ടേക്ക് ഒക്കെ പോവും ഒരു സീൻ ഒക്കെ ആക്കാൻ? ഫസ്റ്റ് ടേക്ക് ഓക്കെ ആണോ? ARM ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫസ്റ്റ് ടേക്ക്, സെക്കൻഡ് ടേക്ക് അതൊക്കെ വന്നിട്ടുള്ളൂ. പിന്നെ എത്ര ടേക്ക് വന്നാലും ജോമൻ ചേട്ടൻ എത്ര ടേക്ക് വന്നാലും അത് പെർഫെക്ഷൻ കിട്ടുന്നവരെയും എടുപ്പിക്കും. ഇതിപ്പം ജിതിൻ ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേനും MST ഭയങ്കര കൂളായിട്ടുള്ള ഒരു ക്യാപ്റ്റനെ പോലെ. നമുക്ക് എന്തും പറയാം, എന്തും എന്താ കളിക്കാം, സംസാരിക്കാം, എല്ലാം നല്ലൊരു സെറ്റായിരുന്നു. സുരഭി ചേച്ചി ആയാലും. ഫസ്റ്റ് ഫിലിമിന് എങ്ങനെയായിരുന്നു? ഈ എത്ര ടേക്ക് പോയിട്ടുണ്ടാവും? ഏറ്റവും കൂടുതൽ തെറ്റിച്ച് അങ്ങനെ എന്തെങ്കിലും ടേക്ക് ഉണ്ടോ? അതായത് കുറെ തവണ തെറ്റിച്ച് എടുത്തെടുത്ത് അങ്ങനെ? ഫസ്റ്റ് ഫിലിമില് അങ്ങനെ അധികം ടേക്ക് പോയിട്ടൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ മാക്സിമം 3 ടേക്ക്. അടിപൊളി. ഇനിയും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ ARM ശരിക്കും നല്ല രീതിയിൽ ഹിറ്റുമായി, അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അപ്പം ബിഫോർ ARM, ആഫ്റ്റർ ARM എന്ന് നോക്കുകയാണെങ്കിൽ വ്യത്യാസമുണ്ട്? ഇപ്പൊ സ്കൂളിലാണെന്നുണ്ടെങ്കിലും എവിടെ പോയാലും ആൾക്കാർ തിരിച്ചറിയും. പിന്നെ എന്നെ വന്നിട്ട് ആ മോനെ ARMലുള്ള മോനല്ലേ, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കും. പിന്നെ ഇൻസ്റ്റയിൽ കുറെ മെസ്സേജസ് വരുന്നുണ്ട്, കൊള്ളാന്ന് പറയുന്നുണ്ട്. പിന്നെ പാട്ടും ഞാനും സുരഭി ചേച്ചിയും ഉള്ള പാട്ടും നല്ല ഹിറ്റാണ്. അപ്പം അതിന്റെ കുറെ നല്ല റിവ്യൂസ് വരുന്നുണ്ട്. അപ്പം പൊളിയായിരുന്നു. അടിപൊളി. ഏതെങ്കിലും സിനിമയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് അറിയാമോ? ARMലെ എൻ്റെ മണ്ണും ആകാശം എല്ലാം നീയ, അത് സുരഭി ചേച്ചി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡയലോഗാണ്. പിന്നെ അതിനകത്ത് തന്നെ ഞാൻ കാറ്റായും മഴയായും അജയൻ വരുമ്പോഴത്തേനും പറയുന്നത്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും എന്താ ഒരു കണക്ഷൻ. അതെ, നല്ലൊരു കേൾക്കാൻ നല്ല സുഖം. അതെ, അടിപൊളി. ശരിക്കും ഈ ആക്ടിങ്ങിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആക്ടേഴ്സ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഷൈൻ ടോം ചാക്കോയുടെ ക്യാരക്ടേഴ്സ് ഒക്കെ നല്ല രസമാണല്ലേ. നോർമൽ വേറൊരു സ്കില്ലാണ് അല്ലെ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഇന്റർവ്യൂവിന് വരുമ്പോഴും ഒരു പ്രത്യേക രസമാണല്ലേ, നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മാനറിസം ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ടോ ആൾക്കാരുടെ ഈ മാനറിസംസും ക്യാരക്ടറും? സിനിമ കാണാൻ പോകുമ്പോഴും പിന്നെ ലൊക്കേഷനിലൊക്കെ പോകുമ്പോഴത്തേനും ഓരോരുത്തർ ചെയ്യുമ്പോഴത്തേനും നോക്കാറുണ്ട്. അപ്പൊ നമുക്ക് കണ്ടാലോ? ഓക്കെ, റെഡി. നമ്മളെ ഒരാൾ അനുഗ്രഹിക്കുമ്പോഴത്തേനും നമുക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഞാൻ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് ലാലേട്ടനും മമ്മൂക്കൊക്കെ സന്തോഷമായിരിക്കുന്നു. പക്ഷെ അവർക്കൊക്കെ ഏറ്റവും വിഷമം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും അല്ലേ? വളരെ കറക്റ്റാണ്, അടിപൊളി. പിന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസുകൾ ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും ഷൂട്ടിങ്ങിനിടയിൽ എന്തെങ്കിലും വെല്ലുവിളിയായി തോന്നിയതോ അല്ലെങ്കിൽ ഫണ്ണി ആയിട്ട് നടന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇപ്പം പൊങ്കാല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനകത്തൊരു ഫൈറ്റ് സീനുണ്ട്. ഞാൻ ചാടി ചവിട്ടുന്ന സമയത്ത് തിരിച്ചു വന്ന് നിൽക്കുന്നതിന് പകരം ഇത് കയറ് ബാക്ക് ഇങ്ങനെ വലിയ, അപ്പൊ ഞാൻ ഇങ്ങനെ കമന്നാ വീഴുന്നത്. അപ്പൊ 2-3 പ്രാവശ്യം അങ്ങനെ തന്നെ വീഴുന്നോണ്ടിരിക്കുന്നത്. സെറ്റ് ഫുള്ള് കോമഡി ആയിരുന്നു. വീഴുന്നില്ല, നമ്മള് ശരിക്കും ജസ്റ്റ് ഇങ്ങനെ അത് വന്ന് നിക്കണ്ടാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ കമന്നാ വീഴുന്നത്. ഓക്കെ, മോളിൽ നിന്ന് ടൈ ചെയ്തിട്ടുണ്ട് അല്ലേ? കമന്ന് വന്ന് വീണോണ്ടിരുന്നത്. അത് ഫണ്ട് ആയിരുന്നു അല്ലേ? അവസാനം ശരിയായോ? ഓക്കെ. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ നമ്മള് ആക്ടിങ് ഒക്കെ ഉണ്ട്, നമ്മള് ഹീറോസിന്റെ ഒക്കെ ചെറുപ്പം അങ്ങനെയൊക്കെ അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ ഫാൻസിനെ കിട്ടാൻ നല്ല ചാൻസ് ആണ്. പ്രത്യേകിച്ച് ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ടോ സ്കൂളിലൊക്കെ?
ഫാൻസ് പേരൊന്നും പറയണമെന്നില്ല, ബട്ട് ഓക്കെ ഉണ്ടോ? ഫാൻസ് ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരും ഗേൾസും ക്ലാസ്സിലായാലും ക്ലാസ്സിന്റെ വെളിയിലായാലും ഇപ്പൊ ചേച്ചിമാരായാലും എന്ന് പറയാറുണ്ട്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പണ്ട് വന്ന് പറയാറുണ്ട്, കൊള്ളാൻ നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഇൻസ്റ്റയിലും മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. ഓ ഇനിയിപ്പോ വലുതാവുമ്പോൾ എന്തായിരിക്കും. പിന്നെ നമുക്കിങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ഈ ആക്ടേഴ്സൊക്കെ ഒരു സിനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ കാറ് വാങ്ങിക്കുമ്പോൾ അതൊരു വലിയ ഇതാണ് അല്ലേ, ഇന്ന ആക്ടർ ഇന്ന കാറ് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലോട്ട് വരാറുണ്ട്. അപ്പോൾ അതുപോലെ കുറച്ച് വലുതായതിനു ശേഷം അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഒരു വെഹിക്കിൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? വെഹിക്കിൾ എനിക്ക് ഇച്ചിരി ആന്റിക് പീസ് വാങ്ങിച്ച് അതിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടം. അതാണ് ഇഷ്ടം. എന്തായാലും ഇത്രയും നേരം ശ്രീരംഗിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അതിന് ഉറപ്പായിട്ടും ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പോലെ തന്നെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ സംസാരിക്കാനുണ്ടാവില്ലേ, അവരാണ് കൂടെ നിന്ന് സപ്പോർട്ടായിട്ട് വരുന്നത്. ഉറപ്പായിട്ടും ഇനി പാരന്റ്സിനോട് സംസാരിക്കണം അല്ലേ? അച്ഛൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ അവിടെ. ആക്ച്വലി അമ്മ ജോലിക്ക് പോയേക്കാണ്. അമ്മ ഹെൽത്തിലാ. അമ്മയില്ല, അച്ഛനുണ്ട്, അനിയനുണ്ട്. അച്ഛനുണ്ട്, അനിയനുണ്ട്. ഓക്കെ, നമുക്ക് അവരുമായിട്ട് ഇനി സംസാരിക്കാം. നമസ്കാരം ചേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരമായിട്ട് ശ്രീരംഗുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ അവൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ബിസിനസ്സാണ്. അപ്പോൾ എങ്ങനെ ഈ മോൻ്റെ കൂടെ ഷൂട്ടിനൊക്കെ സമയം കണ്ടെത്തുന്നത്? ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ഞാൻ നിന്നിട്ട് പിന്നെ ഇടയ്ക്ക് അവനും കൂടെ സപ്പോർട്ട് ചെയ്തിരിക്കും. പിന്നെ വൈഫ് ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറി നിൽക്കുമല്ലേ? ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. അതെ അതെ. ഞാൻ ഇവിടെ ഇടയ്ക്ക് ഒരാൾ ഇരിപ്പുണ്ടല്ലോ, ശ്രീകാർത്തി അല്ലേ? ശ്രീകാർത്തി ആക്ടർ ആണെന്ന് ഞാൻ കേട്ടല്ലോ. എങ്ങനെയാ ഈ അഭിനയത്തിനോട് ഇഷ്ടം വന്നത്? ചേട്ടനെ കണ്ടിട്ടാണോ? കാണുമ്പോ ഇഷ്ടമാണ്. സെറ്റിലെല്ലാം പോവാറുണ്ട് അല്ലേ? അച്ഛൻ പറഞ്ഞല്ലോ സെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവനും കൂടെ ഒരു ക്യാരക്ടർ ക്യാരക്ടർ വേണം. അപ്പൊ തന്നെ കിട്ടുകയും ചെയ്യും അല്ലേ? ഓ എനിക്ക് വയ്യ, എന്തൊക്കെയാണ്. എത്ര ക്ലാസ്സിലാണ് മോനിപ്പോ? 2ാം ക്ലാസ്സിലാണ് അല്ലേ? അപ്പൊ ചേട്ടാ ശരിക്കും ഈ പറയുന്ന നേരത്തെ മോൻ പറഞ്ഞു ആക്ടിങ്ങിനോടൊപ്പം പഠനവും അങ്ങനെയൊക്കെ ബാലൻസ് ചെയ്ത് പോകുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന്? ആക്ച്വലി കുറച്ച് മുന്നേ വരെ വൈഫിന്റെ ഫാദർ ഇപ്പം പാസ്ഡ് അവേ, പുള്ളി ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ട് കൊണ്ടുപോകുമായിരുന്നു. വൈഫിന്റെ ഒരു അമ്മയുണ്ട്, പുള്ളിക്കാരിയും ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് കൂടെ നിൽക്കുമായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിൽ വന്ന് നിന്ന് ഒക്കെ ആയിട്ട് സപ്പോർട്ടിംഗ് ആയിട്ട് പോകുമായിരുന്നു. സ്കൂളിൽ നിന്ന് നല്ല മെയിലൊക്കെ അയച്ചിട്ട് സെറ്റ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6 വയസ്സ് ഉള്ള സമയത്താണ് സുനിൽ പുഞ്ചക്കരി എന്ന് പറയുന്ന ഒരു മേക്കപ്പ് മാൻ, പുള്ളി വഴിയാണ് ആദ്യമായിട്ട് സീരിയൽസിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ വരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു പരസ്യത്തിലേക്ക് വന്നു. അതിനുശേഷം പതിയെ മൂവീസിൽ വന്നു തുടങ്ങിയപ്പോൾ തനു ബാലക് എന്ന് പറയുന്ന ഒരു ഡയറക്ടറുണ്ട്, കോൾഡ് കേസിൻ്റെ ഡയറക്ടറാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പുള്ളിയോട്ട് ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ വി ആർ വർക്കിംഗ് വിത്ത് ഹിം. ഒത്തിരി പരസ്യങ്ങളുണ്ട്. എക്സ്പീരിയൻസ് ആയിരുന്നു. ടീച്ചിങ് ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് അവിടെ നിന്നുള്ള ടീച്ചിങ് ഉണ്ടായിരുന്നു. പിന്നെ ഷാജി സാറിൻ്റെ സെറ്റുകളിൽ പറയേണ്ട കാര്യമില്ലല്ലോ, കംഫർട്ട് ആൻഡ് പെർഫെക്റ്റ് സെറ്റ് അവിടെ നിന്ന് വരുന്നു. പിന്നെ ഏറെമ്മ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിയാണ് ജിതിൻ സാറിൻ്റെ നമ്പർ തരുന്നത്, ജിതിൻ ലാൽ. അവിടെ നിന്ന് വിളിച്ചിട്ട് ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ ഡയറക്ടർ ടീമിലുള്ള ആളും ഷിനോജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടേഴ്സ്, ഇവരെല്ലാം കൂടെ ചേർന്നിട്ടായിരുന്നു മോനെ ഒന്ന് മോൾഡ് ചെയ്തെടുത്തിട്ട് നേരെ സുജിത് നമ്പ്യാരുടെ കയ്യിലോട്ട് കൊടുക്കുന്നു. അദ്ദേഹം സാറിൻ്റെ ഇതിലേക്ക് കൊടുക്കുന്നു. അവിടുന്ന് ജിതിൻ സാർ എല്ലാം കൂടെ എക്സ്ട്രാ സെറ്റായി വരുന്നു. ഈ മോനെക്കാട്ടിലും ഈ കുറച്ചും കൂടെ പേരൻസിന് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ റിജക്ഷൻസ് വരുന്ന സമയത്ത് മോൻ്റെ വിഷമം അങ്ങനെയൊക്കെ കാണുമ്പോൾ ശരിക്കും അങ്ങനെ എന്തെങ്കിലും അതായത് ഒരു ക്യാരക്ടർ കിട്ടിയതിന് ശേഷം അത് നല്ല ക്യാരക്ടറാണ്, നല്ല എക്സൈറ്റഡ് ആയിട്ടിരുന്ന സമയത്ത് അത് കയ്യിൽ നിന്ന് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? ആക്ച്വലി ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും കിട്ടിയിട്ടുണ്ട്. ARM പോയാലും ശരി 2-3 ടൈംസ് മാറ്റി വെച്ചിട്ട് പോലെ ആ ക്യാരക്ടർ നമുക്ക് തന്നെ കിട്ടി. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ഈ സിനിമ എന്ന് പറയുന്ന എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. ആരും ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു മോഹം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ശരിക്കും ആ ഒരു ഫിലിം ഫീൽഡിലോട്ടാണ് വന്നത്. ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടോ, എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ, ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്താണ്? ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് മൂവീസ് ഇഷ്ടമാണ്. അപ്പം മകൻ അങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടൊരു പ്രോഗ്രാമിന് പോയപ്പോൾ തന്നെ ഞാൻ കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവൻ വന്നതാണ്. കുഞ്ഞായിരുന്ന സമയത്ത് അവൻ ഇവിടം വരെ എത്തിയില്ലേ. അതെല്ലാം അവന് വിധിയുണ്ട്. അതിന്റെ കൂടെ ആസ്വദിക്കാനുള്ള ഞങ്ങൾക്കും ഉണ്ട്. അതിന്റെ ഒരു ഭാഗ്യമായിട്ടുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. ശരി, മൂന്ന് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ARM ഇറങ്ങിയതിന് ശേഷം ഒത്തിരി മെസ്സേജ് അയക്കുന്നുണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ട്. എല്ലാവരും വാവേ എന്നാണ് വിളിക്കുന്നത്.
അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ആൾക്കാർ എന്നെ പ്രേക്ഷകർ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതെ. അതാണ്. പിന്നെ അമ്മ ചേച്ചീനെയും എല്ലാരെയും അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റിയില്ല, തിരക്കായോണ്ട്. പക്ഷെ തിരിച്ചു അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ. ഓക്കെ. പിന്നെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ശരിക്കും ഏറെ മൂവി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോനെ കുറെ കൂടെ ആൾക്കാരിലേക്ക് എത്തിച്ച്. അപ്പൊ ഏറെ മൂവി കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ റെസ്പോൺസ് ഒന്ന് കാണാൻ പോയാലോ? തിയേറ്ററിൽ പോവാം.